إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له സമീയാ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി ഈമാനും തഖ്വയും പൂർണ്ണമായും പാലിച്ച് മുത്തഖീങ്ങളും മുഅ്മിനുകളുമായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യരായ നമ്മെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അറിവ് എന്നതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള അറിവും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അറിവുമുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചുള്ള ആദ്യത്തെ അറിവ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. പ്രമാണങ്ങൾ ഉപയോഗിച്ചുള്ള അറിവ് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇൽമ് എന്ന വാക്ക്, ഇൽമ് അറിവ് എന്ന വാക്ക് 105 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ മറ്റ് രൂപങ്ങളായ അലിമ, യഅലമു, യഅലമൂൻ, തഅലമൂൻ, ആലിം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതിന്റെ മറ്റ് പദങ്ങൾ മൊത്തം പരിശുദ്ധ ഖുർആനിൽ 856 തവണ ഈ പദങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. ഇൽമ എന്ന വാക്കിന്റെ വിപരീത പദമാണ് ജഹ്ല്. ആ ജഹ്ലി എന്ന ഒരു വാക്ക് ഖുർആനിൽ ഇല്ല. ഇൽമ എന്നത് 105 തവണ ആവർത്തിച്ചപ്പോ ഇൽമ എന്ന വാക്കിന്റെ വിപരീത പദമായ ജഹ്ല് എന്ന വാക്ക് ഒരു തവണ പോലും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ആ വാക്കിന്റെ വ്യത്യസ്ത രൂപങ്ങളായ ജാഹില്, ജാഹിലൂൻ, ജഹാലത്ത്, ജഹൂല്, യജ്ഹലൂൻ, തജ്ഹലൂൻ ഇങ്ങനെയുള്ള പദങ്ങളാണ് ഖുർആൻ പ്രയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ജഹില് മനുഷ്യൻ സ്വയമായി ഉണ്ടാക്കിയെടുക്കുന്ന സംഗതിയാണ്. അള്ളാഹു ഇൽമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആനിൽ ജഹിൽ എന്ന വാക്കില്ലാത്തത്. മനുഷ്യൻ ജാഹിലും ജഹൂലുമൊക്കെയായി മാറുന്നു. അള്ളാഹ് പറഞ്ഞല്ലോ, ഇന്നഹു കാന ലലൂമൻ ജഹൂല, മനുഷ്യൻ ഏറ്റവും വലിയ അക്രമിയും അങ്ങേ അറ്റത്തെ വിഡ്ഢിയും ജഹൂലുമായി മാറിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സ്ഥലം മനുഷ്യൻ അവനെ ഏൽപ്പിച്ച അമാനത്ത് അത് ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കാത്തതിന്റെ പേരിലാണ് ആ സ്ഥലത്താണ് അള്ളാഹു ആ പദം പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ അറിവ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യൻ പ്രമാണങ്ങൾ വെച്ച് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പ്രകൃതി കൊണ്ടൊക്കെ പഠിക്കേണ്ട ഒന്നാമത്തെ അറിവ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അറിവാണ് ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ടത്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതാണ്.
വസ്തഗ്ഫിർ ലിദംബിക. നബിയോട് പറയാണ്, നബിയെ താങ്കളുടെ പാപങ്ങളിൽ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. വലിൽ മുഅ്മിനീന വലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾക്ക് വേണ്ടിയും സത്യവിശ്വാസിനികൾക്ക് വേണ്ടിയും അവരെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. വല്ലാഹു യഅലമു മുതകല്ലബക്കും വമസ്വാക്കും, തീർച്ചയായും നിങ്ങളുടെ താമസവും നിങ്ങളുടെ പോക്കുവരവും നിങ്ങളുടെ രാവും പകലുമെല്ലാം കൃത്യമായി അള്ളാഹു അറിയുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന കാണാൻ സാധിക്കും. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്: അല്ലാഹുമ്മഗ്ഫിർലി ഖതീഅതി വജഹ്ലി. നബിയോട് പറയാണ്, താങ്കളെ പാപത്തിന്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കണം, പൊറുക്കലിനെ തേടണം, സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന പറയുന്നിടത്ത് ആദ്യം പറയുന്ന വാക്ക് അല്ലാഹുമ്മഗ്ഫിർലി ഖതീഅതി വജഹ്ലി, എൻ്റെ അറിവില്ലായ്മയും എൻ്റെ അബദ്ധവും എൻ്റെ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണമേ എന്നാണ്. സഹോദരങ്ങളെ, ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശരിയായ ആശയത്തിൽ നിന്ന്, അർത്ഥത്തിൽ നിന്ന് പലരും മാറിപ്പോയതായി, ബഹുഭൂരിപക്ഷവും തെറ്റിപ്പോയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ജാറത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന, കോഴിക്കോട് ജില്ലയിലെ ഒരു ജാറത്തിലേക്ക് ജനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിന്റെ ഭാഗമായി ഇറക്കിയ ഒരുപാട് കവിതകളും ഒരുപാട് ആൽബങ്ങളും ഇറക്കിയ കൂട്ടത്തിൽ ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു ആൽബമുണ്ട്. ആ ആൽബത്തിൽ പറഞ്ഞ് ഇതുവരെ പറയാത്തത് പറയാൻ വേണ്ടി അവിടെ മറമാടപ്പെട്ട ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ആ ആൽബത്തിൽ ഇറങ്ങിയൊരു കവിത അത് ഇപ്രകാരമാണ്. അത് പറയാതിരിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാതിരിക്കാനും നമുക്ക് പാടില്ല. കാരണം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ജനങ്ങൾക്ക് സ്വർഗം ഹറാമാക്കുന്ന, നരകം നിർബന്ധമാക്കുന്ന ഒരു വിഷയമാണ്. ആ ആൽബത്തിൽ പറയുന്ന ആ ചില പദങ്ങൾ, അതിന്റെ വരികൾ ഇങ്ങനെയാണ്: മടവൂരാരോ പടച്ചോനാണോ ചോദിച്ചവനോട് നീ ചൊല്ല്, അതേ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ. മടവൂരാരോ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരോട് നീ ചൊല്ല്, അതേ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ. അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ മടവൂരാണ് എന്ന് അറിയണേ. എന്നിട്ട് ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. അതിനിടയിൽ വീണ്ടും വരുന്ന പറയും, ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്, കുൻ ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂര്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം അബദ്ധമാണിത്. ഹു അല്ലാ എന്ന് പറയുന്നത് അവർ തന്നെ ഉണ്ടാക്കിയ ചില അദ്കാറുകൾ, ദിക്റുകളിൽ ഹാ ഹി ഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന്റെ ഷോർട്ടാന്നാ പറയാ. ഹു അല്ലാ മടവൂര്, മടവൂരാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. ആരാണ് മടവൂര്? പടച്ചോനാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞോ, പടച്ചോനാണെന്ന് പറഞ്ഞോ. ഇത് ആവർത്തിച്ച് പറയുന്നു. സഹോദരങ്ങളെ, ഇത് എന്നിട്ട് ന്യായീകരിക്കുകയാണ്, പണ്ഡിതന്മാർ ന്യായീകരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷമുള്ള പണ്ഡിതന്മാർ ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. കാരണം അവർക്കാർക്കും അതിനെ എതിർത്ത് പറയാൻ കഴിയില്ല. കാരണം അവരിലെ പ്രമുഖന്മാർ പോലും മുദബ്ബിറുൽ ആലം മടവൂരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മടവൂർ തന്നെ ഞാനാണ് അള്ളാഹു എന്ന് മടവൂര് ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരാണ്. അവർക്കിതിനെ നിഷേധിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, എപ്പോഴാണ് മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിക്കുന്നത് വലഖദ് ദറഇനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഒരു വലിയ വിഭാഗത്തെ നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, അവർ ചിന്തിക്കുന്നില്ല. വലഹും അഈനുൻ ലാ യുബ്സിറുന ബിഹാ, കണ്ണുകളുണ്ട്, അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുകളുണ്ട്, അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, മൃഗത്തെ പോലെയാണവർ. ബൽ അല്ല, ഹും അദൽ, ആ മൃഗത്തെക്കാൾ മോശമാണവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധയിൽ തന്നെയാകുന്നു. ഇതിനു ശേഷം അല്ലാഹു തുടർന്ന് പറയുന്ന ആയത്ത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. എന്താണ് ഇവിടെ വിഷയം? കാതുണ്ട് കേൾക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല, ബുദ്ധിയുണ്ട് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞത് പടച്ചോൻ ഇതൊക്കെ എന്തിനു തന്നു? മനുഷ്യൻ വിജ്ഞാനം സമ്പാദിക്കാൻ, കണ്ടുപഠിക്കാൻ, കേട്ടുപഠിക്കാൻ, ചിന്തിച്ചുൾക്കൊള്ളാൻ അള്ളാഹു തന്നത് ശരിക്കും ഉപയോഗപ്പെടുത്താത്തവൻ. കാരണം കണ്ണ് ഉപയോഗപ്പെടേണ്ടത്, കാത് ഉപയോഗപ്പെടേണ്ടത്, ഹൃദയം ഉപയോഗപ്പെടേണ്ടത് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കാനാണ്. അത് മനസ്സിലാക്കാൻ അള്ളാഹ് തന്ന കണ്ണും കാതും ഹൃദയം ഉപയോഗപ്പെടുത്താത്തവരെ പറ്റി
പറ്റി അള്ളാഹ് പറയാണ് മൃഗത്തേക്കാൾ അടുപ്പതിച്ചവരാണ്. എന്നിട്ട് അള്ളാഹ് പറയും തൊട്ടടുത്തായത്ത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉദാത്തമായ നാമങ്ങളുണ്ട്. ഫദ്ഊഹു ബിഹാ, ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ പേരുകൾ വിളിച്ചുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം. വദറുല്ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി, അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ നീ വിട്ടേക്കുക. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള പ്രതിഫലം ശേഷം പിന്നീട് അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, മക്കത്തെ മുശ്രിക്കിനോട് ആരാണ് പടച്ചോൻ എന്ന് ചോദിക്കുമ്പോ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കുന്നത് കാണാം. സൂറത്ത് അങ്കബൂത്തിൽ 69-ാമത്തെ ആയത്ത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചോൻ ആരാണ്, വസഖറ ശംസ വൽ ഖമർ, സൂര്യന്റെ ചന്ദ്രന്റെ പടച്ചോൻ ആരാണ് എന്ന് ചോദിച്ചാൽ യഖൂലുന്ന, അവർ പോലും പറയും അല്ലാഹ് എന്ന്. എന്നിട്ട് ചോദിക്കുകയാണ് ഫഅന്നാ യൂഫഖൂൻ, എന്നിട്ടും അവരെന്താണ് സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയത്. സൂറത്ത് ലുഖ്മാനിലെ 25-ാമത്തെ ആയത്ത്, വലഇൻ സഅൽതഹും ആകാശഭൂമികളെ പടച്ചോൻ ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണെന്ന്. ഖുൽ, പറയുക അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ, എന്നാൽ ഭൂരിപക്ഷത്തിനും ഒരു ഇൽമുമില്ല, ഒരു അറിവും അവർക്ക് കിട്ടിയിട്ടില്ല. വീണ്ടും സുഹ്റുഫിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലന്ന അല്ലാഹ്, ആകാശഭൂമികളെ പടച്ചതാരാണെന്ന് ചോദിച്ചാൽ ലയഖൂലുന്ന ഖലഖഹുന്ന അല്ലാഹ് ഖലഖഹുന്നൽ അസീസുൽ അലീം, അവയൊക്കെ പടച്ചത് അസീസും അലീമുമായ അല്ലാഹുവാണെന്ന് അവർ പറയും. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞു എന്ന് അല്ലാഹ് പറയാ. എന്നിട്ടും അവർ എന്തുകൊണ്ട് തെറ്റിപ്പോയി, അതിന്റെ ഉത്തരവും അല്ലാഹ് പറയുന്നുണ്ട്. വീണ്ടും സൂറത്ത് സുഹ്റുഫിലെ 87-ാമത്തെ ആയത്തിൽ കാണാം വലഇൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ പടച്ചതാരാണ്, മക്കാ മുശ്രിക്കിന്റെ പടച്ചോൻ ആരാണ് എന്ന് ചോദിച്ചാൽ യഖൂലുന്നല്ലാഹ്, മക്കാ മുശ്രിക്ക് പറയും അല്ലാഹയാണെന്ന്. ഫഅന്നാ യൂഫഖൂൻ, എന്നിട്ടും എന്താണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയത്. വഖീലിഹി യാ റബ്ബി ഇന്ന ഹൗലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ, ആ പ്രവാചകൻ പറയുന്ന വാക്ക് അല്ലാഹു അറിയുന്നുണ്ട്. എന്താണ് ആ പ്രവാചകൻ പറയുന്നത്? യാ റബ്ബി ഇന്ന ഹൗലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്ത വല്ലാത്തൊരു ജനതയാണ് ഈ ജനത എന്നാണ് ആ പ്രവാചകൻ പറയുന്നത്. ഫസ്ഫഹ്, അവരെ വിട്ടേക്കുക. ഫസ്ഫഹ് അൻഹും വഖുൽ സലാം, അവരുടെ സലാം എന്ന് പറയണം. ഫസൗഫ യഅലമൂൻ, പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായിക്കൊള്ളും എന്ന് അല്ലാഹു പറയുന്നു. ഈ ആയത്തുകളിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മക്കാ മുശ്രിക്കിനോട് വരെ പടച്ചോൻ ആരാന്ന് ചോദിച്ചാൽ അവർ അല്ലാഹ് എന്നാ പറയാ. കാരണം മക്കാ മുശ്രിക്കിനെ അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഉണ്ടാക്കിയ കഅബ അവിടെയുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ എന്ന വിളി ആദം ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ അള്ളാഹുവിനെ തന്നെയാണ് അവർ വിളിച്ചിരുന്നത്. എന്നിട്ടും അവർക്ക് തെറ്റിപ്പോയ കാര്യം എന്താണ്? ഇത്രമാത്രം മക്കത്തെ മുശ്രിക്കിന് പോലും തെറ്റിയിട്ടില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ പടച്ചോൻ ആരാണ് എന്ന് ചോദിച്ചവരോട് പറയണം അള്ളയാണ് പടച്ചോൻ എന്ന് പറയണമെന്നാണ് ആവർത്തിച്ച് പറയുന്നത്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അള്ളാഹുവിനെ പറ്റി ആലങ്കാരികമായി പറയാൻ പാടുണ്ടോ? അത് അപ്പറഞ്ഞതിലും വലിയ അബദ്ധമല്ലേ? ഈ പറഞ്ഞതിലും വലിയ അബദ്ധമാണ്. അള്ളാഹുവിനെ കുറിച്ച് ആലങ്കാരികമായി പറയാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞ ഈ ആയത്തിലെ പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 180-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ നാമത്തിൽ അവർ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞത് യുൽഹിദൂന ബി അസ്മാഇല്ല എന്ന് പറഞ്ഞത് അൽ ഇൽഹാദുൽ മുൽഹിദീന അൻ ദഅു ലാത്ത ഫി അസ്മാഇല്ല, അള്ളാഹുവിന്റെ പേരാണ് ലാത്ത എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്തഖു അൽ ഉസ്സ മിനൽ അസീസ് വല്ലാത്ത മിനല്ലാഹ്, അൽ അസീസ് എന്ന അള്ളാഹിന്റെ നാമത്തിൽ നിന്നാണ് അൽ ഉസ്സ എന്ന അവരുടെ ആരാധന ഉണ്ടായത് എന്നവർ പറഞ്ഞു. അള്ളാഹ് എന്ന വാക്കിൽ നിന്നാണ് ലാത്ത എന്ന ആരാധന ഉണ്ടായത് എന്ന് അവർ പറഞ്ഞു. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവർ വെച്ചിട്ടുള്ള ഇടയാളന്മാര് അവർ പറഞ്ഞു അൽ അസീസ് അള്ളാഹുവാണ്, അതിൽ നിന്നാണ് ഉസ്സ ഉണ്ടായത്. അല്ലാത്ത ആ ലാത്തയിൽ നിന്നാണ് അള്ളാഹു എന്ന വാക്കുണ്ടായത് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ അള്ളാഹുവിന്റെ നാമത്തിൽ കൃത്രിമം കാണിക്കുന്നവർ എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ പറ്റി ആലങ്കാരികമായി പറയാൻ പാടുണ്ടോ? ഒരാളെ പറ്റി ഇപ്പൊ ഒരു കവിതക്കയാണെങ്കിൽ ആലങ്കാരികമായി പലതും പറയും. കവിതയിൽ ഒരു പാട്ടിൽ ആലങ്കാരികം അള്ളാഹിനെ പറ്റി പറയാൻ പാടുണ്ടോ? ഒരാളെ പറ്റി അയാൾ ഭയങ്കര ഒരു പ്രകാശമുള്ള മനുഷ്യനാണ്, അള്ളാഹിന്റെ പ്രകാശം പോലെ എന്ന് പറയാൻ പറ്റുമോ? എല്ലാം കേൾക്കും അയാള്, അള്ളാഹിന്റെ കേൾവി പോലെ എന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അള്ളാഹിന്റെ അറിവ് പോലെ എന്ന് പറയാൻ പാടുണ്ടോ?
അള്ളാഹുവിലേക്ക് ചേർത്ത് ആലങ്കാരികമായിട്ട് പോലും പറയാൻ പാടില്ല. അള്ളാഹു പറഞ്ഞത് എന്താണ്? വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് തുല്യനായി ഒരാളുമില്ല. അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തി ഒന്നിനെയും പറയാൻ പാടില്ല, ഒരാളെയും പറയാൻ പാടില്ല. ലൈസ കമിത്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെയുള്ള യാതൊന്നുമില്ല. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹുവിന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ വസിഫാത്ത്, ഇതിലെ മുഴുവനും ഏകത്വം പറയുന്ന സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്ത്, അതാണ് ഞാൻ ഓതിക്കളിപ്പിച്ച ആയത്ത്. ആ ആയത്തിൽ അള്ളാഹു പറയാണ്, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെയും അതിനിടയിലുള്ള എല്ലാ വസ്തുക്കളുടെയും റബ്ബ് ആരാണ്? അള്ളാഹുവാണ്. ഫഅ്ബുദുഹു, അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. വസ്തബിർ ലിഇബാദത്തിഹി, അവനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കണം. എന്താണ് ചോദിക്കുക? ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? നിനക്കറിയാമോ? നബിയോട് ചോദിക്കുകയാണ്. ആ ചോദ്യം എല്ലാവരോടുമുള്ള ചോദ്യമാണ്. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹ്ക്ക് പേരൊത്ത, അള്ളാഹ്ക്ക് കിടയൊത്ത, അള്ളാഹുവിന് നാമമൊത്ത ആരെയെങ്കിലും നിങ്ങൾക്കറിയുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എവിടെയാണ് സഹോദരങ്ങളെ അബദ്ധം പറ്റിയത്? നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ത്വരീഖത്തുകൾ അപകടകരമായ രൂപത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്. ആ ത്വരീഖത്തുകളാണ് എല്ലാം ഈ പ്രകൃതി, അത് മാത്രം, അള്ളാഹു മാത്രം എന്നൊക്കെ പറഞ്ഞ് പുതിയ ഇസ്ലാമിനില്ലാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത, സ്വഹാബത്തിനില്ലാത്ത, മുൻ തലമുറകൾക്കില്ലാത്ത പുതിയ അഖീദകൾ പടച്ചുകൊണ്ടുവരികയാണ്. കോലത്തിലും രൂപത്തിലും മാറ്റം കൊണ്ടുവന്ന് ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ഈ ത്വരീഖത്തുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ മുഹമ്മദ് നബി കാണിച്ചു തന്ന ത്വരീഖത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാന്റെ മഹത്വം പറയാണ് വേണ്ടത്, അള്ളാന്റെ മഹത്വം പറയാണ്. ഇല്ലാത്ത കള്ളക്കറാമത്തുകൾ പറഞ്ഞല്ല ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്, കള്ളക്കറാമത്തുകളല്ല പ്രചരിപ്പിക്കേണ്ടത്. അള്ളാന്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം, അള്ളാനെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഏത് വ്യക്തിക്കും ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും, ഏത് വേവലാദികളിലും, ഏത് ആവലാദികളിലും, ഏത് പരീക്ഷണങ്ങളിലും, ഏത് ഇല്ലായ്മകളിലും, ഏത് ദാരിദ്ര്യത്തിലും, ഏതാഗ്രഹങ്ങൾ സഫലീകരിക്കാനും അല്ല മതി. അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ, ആ ഓർമ്മ പോലും മനസ്സിന് സമാധാനം. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അള്ളാന്റെ മുന്നിൽ പറയാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളെയും വേണ്ട. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാണ് വേണ്ടത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ് സഹോദരങ്ങളെ ഖുർആനും സുന്നത്തും. അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമുക്ക് ഒരു ഹൃദയബന്ധമുണ്ടാകും. റബ്ബിനോട് പറയാൻ പറ്റും, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി. അള്ളാഹുവേ, നീയാണ് എന്റെ റബ്ബ്, നീയാണ് എന്നെ പടച്ചത്. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ഉദ്ദേശങ്ങൾ നിനക്കറിയാം, എന്റെ പ്രശ്നങ്ങൾ നിനക്കറിയാം. നീയാണ് എന്നെ പടച്ചത്. എന്റെ എല്ലാ നിഅമത്തുകളും നീ തന്ന നിഅമത്താണ്. ഞാനത് ഏറ്റുപറയുകയാണ്. എന്റെ പാപങ്ങളെക്കുറിച്ച് നിനക്കറിയാം. എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ആശയമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഈ അറിവാണ് ഒരു മുസ്ലിമിനെ ആദ്യമായി ഉണ്ടാകേണ്ടത്, ഒരു മനുഷ്യനാദ്യമായി ഉണ്ടാകേണ്ടത്. ആ അറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഈ അറിവ് നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ പ്രശ്നമായി നമുക്ക് തോന്നണം. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. സ്വർഗം കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ച 10-ൽ ഒരാളാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു. റസൂൽ പറഞ്ഞു, ഒരു ഷഹീദിനെ, നടന്നു പോകുന്ന ഷഹീദിനെ കാണണമോ, ത്വൽഹത്തിനെ നോക്കിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം പ്രവാചകന്റെ വഫാത്തിന് ശേഷം വല്ലാത്ത ഒരവസ്ഥയിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. ഉമർ ഖത്താബ് ചോദിച്ചു, ത്വൽഹ, എന്താണ് നിന്നെ ഞാൻ ഇങ്ങനെ കാണുന്നത്? ഇന്നി അർമാലി അറാക ശഇസ്ത വബറർത. നീ നിന്റെ ശരീരത്തിലൊക്കെ പൊടി പറന്ന് നിന്റെ മുടികളൊക്കെ ചെടകുത്തി, എന്താണ് നിന്നെ ഇത്രയും വിഷമാവസ്ഥയിൽ കാണുന്നത്? റസൂൽ മരിച്ചതിന് ശേഷം ഞാൻ നിന്നെ ഇങ്ങനെയാണല്ലോ കാണുന്നത്. വല്ലാത്തൊരു ദുഃഖഭാവത്തിൽ മുടിയൊക്കെ ജട പിടിച്ച് ആകെ പൊടിപടലങ്ങൾ പാറി ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കാണുന്നു. എന്താണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം? എന്താണ് നിനക്ക് പറ്റിയത് എന്ന് അദ്ദേഹം ചോദിച്ചു. നിന്റെ പിതൃവ്യന്റെ പുത്രനായ അബൂബക്കറിന്റെ ഭരണം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? റസൂലിന്റെ വഫാത്തിന് ശേഷമാണ്. സിദ്ദീഖ് അക്ബറിന്റെ ഭരണം നിനക്കെന്താ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ടാണോ ഈ ദുഃഖം? അദ്ദേഹം പറഞ്ഞു, മഅദല്ലാഹ്, ഞാനെങ്ങനെ
അബൂബക്കർ സിദ്ദീഖ് എന്റെ കുടുംബമാണ്, ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണം ഇഷ്ടപ്പെടാതിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുറേ നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രയാസം എന്താണെന്നറിയോ? ഒരിക്കൽ അള്ളാഹിന്റെ റസൂല് എന്നോട് പറഞ്ഞു, എനിക്കൊരു വചനം അറിയാം, ഇന്നി ലഅലമു കലിമത്തൻ ലാ യഖൂലുഹാ റജുലുൻ യഹ്ദുറുഹുൽ മൗത്ത് ഇല്ലാ വജദ റൂഹിലഹാ റൂഹൻ ഇന യഖ്റുജു മിൻ ജസദിഹി. ഒരു മനുഷ്യന് മരണം ഹാജരായാൽ, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ, മരണാസന്നനായൊരു മനുഷ്യൻ ഈ വാക്കു പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന റൂഹ് അത് ഏറെ സന്തോഷത്തോടെ, സ്വർഗം കണ്ടുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങേ അറ്റത്തെ സന്തോഷത്തോടെ കൂടിയായിരിക്കും അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പോവുക. അങ്ങനെയുള്ളൊരു വചനം എനിക്കറിയാം എന്ന് റസൂൽ പറഞ്ഞു. പക്ഷേ ആ വചനം ഏതാണെന്ന് അള്ളാഹിന്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞതുമില്ല, ഞാനത് ചോദിച്ചതുമില്ല. വല്ലാത്ത സങ്കടമാണ്. റസൂൽ മരിച്ചുപോയല്ലോ, എനിക്ക് ആ വാക്കറിയില്ലല്ലോ, ഞാനതറിയാതെ പോയല്ലോ. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈ വചനങ്ങൾ പറഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹ് പോകുന്നത് ഏറെ സന്തോഷത്തോടെയായിരിക്കും, സ്വർഗത്തിലേക്കായിരിക്കും. പക്ഷെ ആ വാചകം, ആ വചനങ്ങൾ ഞാൻ ചോദിച്ചില്ല, റസൂൽ പറഞ്ഞു തന്നതുമില്ല. റസൂൽ മരിച്ചുപോയി. ഈ സമയത്ത് ഉമർ ഖത്താബ് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കറിയാം ആ വാക്ക്, എനിക്ക് ആ വാക്കറിയും, ഞാനത് നിനക്ക് പഠിപ്പിച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുക്കാണ് സൂറത്തുൽ മാഹിയ. ഏതാണ് ആ വാക്ക്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബൂ ത്വാലിബ് വഫാത്താകുന്ന സമയത്ത് അബൂ ത്വാലിബ് പറയണമെന്ന് റസൂൽ ആഗ്രഹിച്ചൊരു വാക്കുണ്ട്. അബൂ ത്വാലിബ് വഫാത്താകുന്ന സമയത്ത് അബൂ ത്വാലിബ് പറയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചൊരു വാക്കുണ്ട്. ആ വാക്കിനോളം വലിയ വാക്കില്ലല്ലോ. അതിനോളം വലിയ വാക്കുണ്ടായിരുന്നുവെങ്കിൽ ആ വാക്കായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് ആ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം മനസ്സദക്ത, താങ്കൾ പറഞ്ഞത് ഉമർ ഖത്താബേ, താങ്കൾ പറഞ്ഞത് സത്യമാണ്. അതിനേക്കാളും വലിയ വാക്കുണ്ടെങ്കിൽ അതല്ലേ പഠിപ്പിച്ചു കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനല്ലേ അബൂ ത്വാലിബ് മരിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചത്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഴുവൻ ആരാധനകളും മുഴുവൻ ഇബാദത്തുകളും അള്ളാഹ്ക്ക് സമർപ്പിക്കാത്തവൻ, അള്ളാഹുവിന് തുല്യന്മാരെ ഉണ്ടാക്കുന്നവൻ, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ പങ്കാളികളെ ചേർക്കുന്നവൻ, മരിച്ചുപോയ മഹാന്മാരെ അള്ളാഹുവിന്റെ വാക്കുകൾ കൊണ്ട് പറയുന്നവർ അള്ളയാണെന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജനങ്ങളുടെ ഈമാനിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം. സഹോദരങ്ങളെ, ദഅവാ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീലാനി ത്വരീഖത്തും ഖാദിരിയ ത്വരീഖത്തുകളും അടക്കമുള്ള ധാരാളം ത്വരീഖത്തുകളിലേക്ക് ഒരുപാട് ചെറുപ്പക്കാർ വരെ ആകർഷരായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, പ്രവാചകനും സ്വഹാബത്തും കാണിച്ചു തന്ന ദീനിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അപകടകരമായൊരവസ്ഥയാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളോട് നമ്മൾ സ്നേഹത്തോടെ മഹാനായ ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മൊഹീദ്ദീൻ ഷേഖിന്റെ പേരിലുണ്ടാക്കിയ ത്വരീഖത്ത്, മൊഹീദ്ദീൻ ഷേഖ് എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ഫത്തുഹുൽ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ് പോലെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കാനോ അദ്ദേഹത്തിന്റെ ത്വരീഖത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനോ അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടില്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിലെ വരികൾ എന്താണെന്നറിയോ? അദ്ദേഹം ചോദിക്കുന്നു, ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ദീർഘദൃഷ്ടിയോടുകൂടി അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. പിൽക്കാലത്ത് വരുന്ന സമൂഹം, അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ, ഇനിങ്ങനെ ജനങ്ങൾ ദുഷിച്ചു വരും. പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ വിഗ്രഹത്തിനെ വെച്ച് ആരാധിക്കുന്ന ലോകത്തേക്ക് വരും. റസൂലുള്ളാഹി വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘദൃഷ്ടിയോടുകൂടി അദ്ദേഹം എഴുതിയ വാക്ക് നോക്കൂ നിങ്ങൾ. അദ്ദേഹം ചോദിക്കുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീലാനിന്റെ വാക്കാ. ജീലാനി ത്വരീഖത്തുകാർ, ഖാദിരിയ ത്വരീഖത്തുകാർ ഈ വാക്കെങ്കിലും കേൾക്കണം. ഷെയ്ഖ് ജീലാനി ചോദിക്കുന്ന ചോദ്യമാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ എങ്ങനെയാണോടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്കെങ്ങനെ കഴിയും? വഫീ ഖൽബിക കം ഇലാഹ്. നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹാണുള്ളത്?
എത്ര ആരാധന്മാരാണ് നിന്റെ ഹൃദയത്തിലുള്ളത്. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്. അല്ലാഹുവിന് പുറമെ നീ വിശ്വസിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ഫഹുവ സ്വനമുക, അത് നീ ഉണ്ടാക്കി വെച്ച വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്. ഖൽബിൽ ശിർക്ക് വെച്ച് നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞാൽ ലാ യൻഫഉക, നിനക്കതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല, ഹൃദയത്തിൽ ശിർക്കാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു വഅൻത തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക, നിന്റെ നിസ്കാരത്തിൽ വരെ നീ കളവല്ലടോ പറയുന്നത്. നിന്റെ നിസ്കാരത്തിൽ വരെ നീ കളവാ പറയുന്നത്. ലിഅന്നക തഖൂലു അല്ലാഹു അക്ബർ, നീ പറയുന്നു അല്ലാഹു അക്ബർ എന്ന് നിസ്കാരത്തിൽ. വതക്ദിബു, നീ കളവാണ് പറയുന്നത്. കാരണം ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറ, നിന്റെ ഹൃദയത്തിൽ മറ്റ് പല ഇലാഹുകളുമുണ്ട്. കുല്ലു മാ തഅതബിദു അലൈഹി ഫഹുവ ഇലാഹുക, നീ ഏതൊക്കെ വസ്തുക്കളെ നീ അവലംബിക്കുന്നുണ്ടോ ആ അവലംബിക്കുന്ന അല്ലാഹുവിന് പുറമെ നീ അവലംബിക്കുന്ന മുഴുവൻ വസ്തുക്കളും ഇലാഹുക, നിന്റെ ഇലാഹാണ്. കുല്ലു ഷൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക, നീ പ്രതീക്ഷയർപ്പിക്കുന്ന അല്ലാഹുവിന് പുറമെ നീ പ്രതീക്ഷയർപ്പിക്കുന്ന നീ ഭയപ്പെടുന്ന എന്തൊക്കെ വസ്തുക്കളുടെ അത് മുഴുവനും നിന്റെ ഹൃദയത്തിലെ ഇലാഹാണ്, നീ ഉണ്ടാക്കി വെച്ച വിഗ്രഹമാണ്. എന്നൊരു അവസാനം അദ്ദേഹം ചോദിക്കാണ്, മാ തസ്തഹി, നിനക്ക് ലജ്ജയില്ലേ? മാ തസ്തഹി, നിനക്ക് ലജ്ജയില്ലേ? അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിനക്ക് ലജ്ജയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ജാറങ്ങളിലും മക്ബറകളിലും ചെന്ന് നിന്റെ ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് പറയുന്നത് പോലെ അവിടെ ചെന്ന് പറയാൻ നിനക്ക് ലജ്ജയില്ലേ? ജീലാനിന്റെ ചോദ്യമാണ്, മുഹീദ്ദീൻ ഷേഖ് റഹിമഹുള്ളയുടെ ചോദ്യമാണ്. മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് വലക അൽഫ് മഅബൂദിൻ ഗൈറ, അല്ലാഹുവല്ലാത്ത ആയിരക്കണക്കിന് അൽഫ് മഅബൂദ് നിന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നിനക്ക് നാണമില്ലേ? സഹോദരങ്ങളെ, അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നമ്മുടെ ജീവിതം സാക്ഷിയാകണം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരു അടിമക്ക് അല്ലാഹു പോരെ? നമുക്കുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരീക്ഷണങ്ങൾക്കും വേവലാദികൾക്കും അല്ലാഹ് മതി. അലൈസല്ലാഹു, അല്ലാഹ് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മളുള്ള മറുപടി ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹ് മതി, എനിക്കെന്റെ അല്ലാഹ് മതി. വനിഅമൽ വക്കീൽ, ഞാൻ അവനിൽ ഭരമേൽപ്പിക്കും. ഒരു ജാറത്തിലും ഒരു ബക്ബറയിലും ഒരു മരണപ്പെട്ട ശൈഖിലും ഒരു പുണ്യാത്മാവിലും ഭരമേൽപ്പിക്കൂല. സഹോദരങ്ങളെ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലാണ് ഈ പറഞ്ഞതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ഖുർആനിലെ ആയത്തുകൾ മുഴുവനും പഠിപ്പിച്ചു തന്നത്, ഈ പ്രാർത്ഥനകൾ മുഴുവനും പഠിപ്പിച്ചു തന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷികളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങളും വേവലാദികളും പറഞ്ഞത്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ് ആ ഈമാൻ യഖീനാക്കി മനസ്സിൽ ഉറപ്പിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ അതിൽ നിന്നും മാറാതെ ജീവിക്കാൻ. അതാണ് ഖുർആൻ പറഞ്ഞ ഫസ്തബിർ ലിഇബാദത്തി, ക്ഷമയോടെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന കാര്യം. ഇബാദത്ത് അദ്ദുആയാണ്. ജീവിതത്തിൽ ഒരിക്കലും എന്റെ ഒരു ദുആയും അള്ളാഹുവല്ലാത്ത ഒരു വസ്തുവിനോടും പോവുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദിലേക്ക് കടന്നു വരാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന് സാക്ഷികളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ. അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരി സ്ട്രോക്ക് വന്ന് കുറച്ചു കാലം കിടപ്പിലായിരുന്നു. ആ സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നമ്മുടെ തൊട്ടടുത്ത വീട്ടുകാരൻ ബഹുമാനനായ ഖാദർ സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രണ്ടുപേർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടുകാരനും നമ്മുടെ MLA-യും നമ്മുടെ മന്ത്രിയും നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമെല്ലാമായിരുന്ന ബഹുമാനനായ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. നമ്മുടെ നാടിന്റെ ഒരുപാട് പുരോഗതി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ്. പരന്ന വായനയുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ ആരുടെ മുന്നിലും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സേവനങ്ങൾ അദ്ദേഹം ഈ നാടിന് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അദ്ദേഹത്തിന്റെ മുഴുവൻ ഹസനാത്തുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു അത് പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിർ ഹജാത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ اللهم أجرنا من النار اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.